ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ 2025 നിലവിൽ വന്നാൽ അത് കേന്ദ്ര സംസ്ഥാന നിയമസഭകൾക്കായി ഇന്ത്യയിലുടനീളം ഏകോപിത തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കും. ഇത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകളും ഭരണപരമായ ഭാരവും കുറയ്ക്കും. കാരണം തെരഞ്ഞെടുപ്പ് ഒരേ സമയം നടക്കുകയും വിഭവങ്ങളുടെ മികച്ച ഉപയോഗം ഉറപ്പാക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഒരേ സമയം തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നതിലെ സങ്കീർണത പോലുള്ള വെല്ലുവിളികളും ഇത് കൊണ്ടുവന്നേക്കാം, പ്രത്യേകിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ കാലാവസ്ഥയുള്ള സംസ്ഥാനങ്ങളിൽ. കൂടാതെ പ്രാദേശിക പ്രശ്നങ്ങൾ ദേശീയ അജണ്ടകളുമായി സന്തുലിതമാക്കുന്നതിൽ പ്രാദേശിക പാർട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. ഈ മാറ്റം അടിസ്ഥാനപരമായി രാഷ്ട്രീയ പ്രചാരണങ്ങൾ നടത്തുന്ന രീതിയെ മാറ്റുകയും വോട്ടർമാരുടെ എണ്ണത്തെ ബാധിക്കുകയും ചെയ്യും. ഇത് പ്രാദേശിക വൈവിധ്യത്തിന്റെ ചിലവിൽ ദേശീയ ഐക്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഇന്ത്യക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട്. രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്നത് സാധാരണമായിരുന്നു. 1952 മുതൽ 1967 വരെ ഈ സമ്പ്രദായം തുടർന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമായി ഇത് കണക്കാക്കപ്പെട്ടു. എന്നിരുന്നാലും കാലക്രമേണ രാഷ്ട്രീയ അസ്ഥിരത കാരണം ഈ സംവിധാനം തകർന്നു. ഇത് രാജ്യത്തുടനീളം തെരഞ്ഞെടുപ്പ് ചക്രങ്ങളുടെ വിഭജനത്തിന് കാരണമായി. ദേശീയ സംസ്ഥാന സ്ഥാനങ്ങൾക്കായി വെവ്വേറെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന പ്രശ്നം കൂടുതൽ പ്രകടമായി തീർന്നു. ഇത് ഒരേ സമയം തെരഞ്ഞെടുപ്പ് സമ്പ്രദായം പുനഃസ്ഥാപിക്കുന്നതാണോ അതോ പുതിയ ക്രമീകരണം തുടരുന്നതാണോ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കാരണമായി. സമീപ വർഷങ്ങളിൽ മോദി സർക്കാർ നിർദ്ദേശിച്ച വൺ നേഷൻ വൺ ഇലക്ഷൻ ബിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ ആശയത്തിന് അതിന്റെ പിന്തുണക്കാരുണ്ടെങ്കിലും അതിന് കാര്യമായ എതിർപ്പും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പണം ലാഭിക്കുമെന്നും തടസ്സങ്ങൾ കുറയ്ക്കുമെന്നും ഭരണത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തുമെന്നും അനുയായികൾ വാദിക്കുന്നു. മറുവശത്ത് പ്രാദേശിക പ്രാതിനിധ്യം നഷ്ടപ്പെടുക, വർദ്ധിച്ച ഭരണപരമായ ഭാരം, ഫെഡറൽ ഭരണഘടനയ്ക്കുള്ള ഭീഷണി എന്നിവയുൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച വളരെ സങ്കീർണമായി തീർന്നിരിക്കുന്നു. ഇരുപക്ഷവും ശ്രദ്ധേയമായ വാദങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ വൺ നേഷൻ വൺ ഇലക്ഷൻ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനം പരിശോധിക്കുകയും അതിനെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും ഉന്നയിച്ച അവകാശവാദങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന ആശയം ഒരു പുതിയ ആശയമല്ല. വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ ഇത് ഇന്ത്യയിൽ പതിവായിരുന്നു. 1952 1967 ഇടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടന്നു. എന്നാൽ വിവിധ രാഷ്ട്രീയ വെല്ലുവിളികൾ കാരണം തുടർന്നുള്ള വർഷങ്ങളിൽ ഈ വിന്യാസം തകർന്നു തുടങ്ങി. ഉദാഹരണത്തിന് 1959 വിവിധ രാഷ്ട്രീയ മതവിഭാഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് കേരള കമ്മ്യൂണിസ്റ്റ് സർക്കാർ പിരിച്ചുവിടപ്പെടുകയും ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ 1968 ഹരിയാന നിയമസഭയിൽ വ്യാപകമായ കൂറുമാറ്റങ്ങൾ ഉണ്ടായി. ഇത് സംസ്ഥാന നിയമസഭ പിരിച്ചുവിടുന്നതിനും പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും കാരണമായി. ഈ സംഭവം തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളുകളുടെ തെറ്റായ ക്രമീകരണത്തിന് കാരണമായി. 1971 കോൺഗ്രസ് പാർട്ടിയിലെ പിളർപ്പിനെ തുടർന്ന് ഇന്ദിരാഗാന്ധി സർക്കാർ ലോക്സഭ നേരത്തെ പിരിച്ചുവിട്ടു. ഈ തീരുമാനം സമന്വയിപ്പിച്ച തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളിനെ വീണ്ടും തടസ്സപ്പെടുത്തി. ലോക്സഭകളിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും പ്രത്യേക തെരഞ്ഞെടുപ്പ് ടൈം ടേബിളുകൾ ഉണ്ടാകുന്ന പ്രവണത വർദ്ധിപ്പിച്ചു. ഈ രാഷ്ട്രീയ കോളിളക്കങ്ങളും അത്തരം മറ്റ് സംഭവങ്ങളും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംവിധാനത്തിന്റെ ക്രമാനുഗതമായ തകർച്ചയിലേക്ക് നയിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചക്രങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ സംഭവിച്ചു. 1983 ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത്. ഭരണത്തെയും നയരൂപീകരണത്തെയും പലപ്പോഴും തടസ്സപ്പെടുത്തിയ പതിവ് തെരഞ്ഞെടുപ്പുകൾ മൂലമുണ്ടാകുന്ന രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും സാമ്പത്തിക ഭാരത്തിനും പരിഹാരമായി കമ്മീഷൻ ഇത് നിർദ്ദേശിച്ചു. എന്നാൽ 1990കളിൽ ഈ ആശയം കുറച്ച് ശ്രദ്ധ നേടിയെങ്കിലും സഖ്യ രാഷ്ട്രീയത്തിന്റെ ഉയർച്ചയും ഇടക്കാല തെരഞ്ഞെടുപ്പുകളുടെ വർദ്ധിച്ചു വരുന്ന ആവൃത്തിയും കാരണം ഇതിന് കാര്യമായ രാഷ്ട്രീയ പിന്തുണ ലഭിച്ചില്ല. 1999 വാജ്പേയി സർക്കാർ ഈ നിർദ്ദേശം പുനരുജ്ജീവിപ്പിക്കുകയും 2010 ആയപ്പോഴേക്കും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമാനമായ വികാരങ്ങൾ പ്രതിധ്വനിക്കുകയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിലവുകളും രാഷ്ട്രീയ തടസ്സങ്ങളും കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായി ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നിർദ്ദേശം വീണ്ടും പുനരുജ്ജീവിപ്പിച്ചതോടെയാണ് യഥാർത്ഥ വഴിത്തിരിവ് ഉണ്ടായത്. 2007 നിയമ കമ്മീഷൻ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പിന്റെ സാധ്യതയെക്കുറിച്ച് ഔപചാരിക പഠനം ആരംഭിച്ചു. 2023 മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ സർക്കാർ അതിന്റെ പ്രവർത്തനക്ഷമതയും സാധ്യതയുള്ള സ്വാധീനവും പര്യവേഷണം ചെയ്യുന്നതിനായി ഒരു സമിതി രൂപീകരിച്ചു. കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ അനുകൂലിച്ച് നിരവധി വാദങ്ങൾ ഉന്നയിച്ചു. ഇടയ്ക്കിടെയുള്ള തെരഞ്ഞെടുപ്പുകൾ ദീർഘകാല മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വരുന്നതിന് കാരണമാകുന്നു എന്നതായിരുന്നു എടുത്തു പറഞ്ഞ പ്രധാന പോയിന്റുകളിൽ ഒന്ന്. തെരഞ്ഞെടുപ്പിന് പോകുന്ന സംസ്ഥാനങ്ങളിൽ പുതിയ പരിപാടികൾ ആരംഭിക്കുന്നതിൽ നിന്ന് മാതൃകാ പെരുമാറ്റച്ചട്ടം സർക്കാരിനെ നിയന്ത്രിക്കുന്നു. ഇത് പോളിസി പാരാലിസിസിലേക്ക് നയിക്കുകയും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കൽ വൈകിപ്പിക്കുകയും ചെയ്യും. ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിലൂടെ സർക്കാരിന്റെ തടസ്സമില്ലാത്ത പ്രവർത്തനം സാധ്യമാകുമെന്നും ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും സമിതി വാദിച്ചു.
തെരഞ്ഞെടുപ്പ് മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ സംവിധാനത്തിൽ അന്തർലീനമായിരിക്കണമെന്നില്ല, മറിച്ച് രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ തെരഞ്ഞെടുപ്പുകളുടെ ഫലമാണെന്ന് കമ്മിറ്റി അംഗം ഹരീഷ് സാൽവെ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി. ഉദാഹരണത്തിന് എല്ലാ സംസ്ഥാനങ്ങളിലും മുനിസിപ്പൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും മുഴുവൻ കേന്ദ്രമന്ത്രിസഭയും പ്രചാരണം നടത്തേണ്ടത് നിർബന്ധമല്ല. അതിനാൽ രാഷ്ട്രീയ നേതാക്കൾ തെരഞ്ഞെടുപ്പിനെ എല്ലാം ഉൾക്കൊള്ളുന്ന കാര്യമാക്കി മാറ്റുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ ഈ വ്യതിയാനം ഒഴിവാക്കാൻ കഴിയും. നിലവിലുള്ള നയങ്ങളോ പരിപാടികളോ നടപ്പാക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടം തടയുന്നില്ലെന്നും തെരഞ്ഞെടുപ്പിന് പോകുന്ന സംസ്ഥാനങ്ങളിൽ പുതിയവ ആരംഭിക്കുന്നത് പരിമിതപ്പെടുത്തുന്നുവെന്നും സാൽവെ വിശദീകരിച്ചു. തൽഫലമായി പോളിസി പാരാലിസിസ് എന്ന വാദം തോന്നുന്നത് പോലെ ശക്തമായിരിക്കില്ല. രാഷ്ട്രീയ തടസ്സങ്ങൾ കുറയ്ക്കുന്നതിലും ഭരണപരമായ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിലും കമ്മിറ്റി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ONOE നിർദ്ദേശത്തിന്റെ കേന്ദ്ര സ്തംഭങ്ങളിൽ ഒന്നാണ്. ലോക്സഭയ്ക്കും സംസ്ഥാന നിയമസഭകൾക്കും വെവ്വേറെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ സാമ്പത്തിക ഭാരമായിരുന്നു ഒരേ സമയം തെരഞ്ഞെടുപ്പിന് അനുകൂലമായി കോവിൻ കമ്മിറ്റി ഉന്നയിച്ച മറ്റൊരു വാദം. പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാകുമെന്നതിനാൽ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിലൂടെ പണം ലാഭിക്കാൻ കഴിയുമെന്ന് സമിതി വാദിച്ചു. സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാനും GDP വർദ്ധിപ്പിക്കാനും പണപ്പെരുപ്പം കുറയ്ക്കാനും ഇതിന് കഴിയുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഉപരിതലത്തിൽ ഈ അവകാശവാദങ്ങൾ ആകർഷകമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചെലവ് ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ. എന്നാൽ ഈ വാദത്തിന് നിരവധി മുന്നറിയിപ്പുകളുണ്ട്. ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ രാജ്യത്തിന് കൂടുതൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രെയിലുകളും ആവശ്യമാണ്. ഈ അധിക യന്ത്രങ്ങളുടെ നിർമ്മാണ ചെലവ് ഏകദേശം 4500 കോടി രൂപയാണ്. ഈ മുൻകൂർ ചെലവ് ദീർഘകാല സമ്പാദ്യത്തിലൂടെ നികത്തപ്പെടുമെന്ന് കോവിൻ കമ്മിറ്റി വാദിക്കുമ്പോൾ ഇന്നത്തെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുടെ യഥാർത്ഥ സാമ്പത്തിക ഭാരം പരിശോധിക്കേണ്ടത് പ്രധാനമാണ്. മോദി രണ്ടാം സർക്കാരിന്റെ കാലത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മൊത്തം ചെലവ് 16,255 കോടി രൂപയാണ്. അതായത് പ്രതിവർഷം ഏകദേശം 3,251 കോടി രൂപ. ഇത് മൊത്തം കേന്ദ്ര സർക്കാർ ചെലവിന്റെ 0.09% മാത്രമാണ്. വലിയ കാര്യങ്ങളിൽ ഇതൊരു വലിയ ഭാരമല്ല. അതിനാൽ ഒരേ സമയം തെരഞ്ഞെടുപ്പുകളിലൂടെ പണം ലാഭിക്കുക എന്ന ആശയം ആകർഷകമാണെങ്കിലും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള യഥാർത്ഥ ചെലവ് താരതമ്യേന ചെറുതാണ്. കൂടാതെ ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾ GDPയിൽ 1% വർധവിന് കാരണമാകുമെന്ന അവകാശവാദം ശാസ്ത്രീയ തെളിവുകൾ ഉപയോഗിച്ച് സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് അത്തരം അവകാശവാദങ്ങളുടെ സാധുതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് ചെയ്യാൻ പലപ്പോഴും സ്വന്തം സംസ്ഥാനത്തിലേക്ക് മടങ്ങേണ്ടി വരുന്ന കുടിയേറ്റ തൊഴിലാളികൾ ഒരേ സമയം തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് പ്രയോജനം നേടുന്ന മറ്റൊരു ഗ്രൂപ്പാണ്. തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുന്നത് കുടിയേറ്റ തൊഴിലാളികളുടെ ഭാരം കുറയ്ക്കുമെന്നും അവർക്ക് വോട്ട് ചെയ്യുന്നത് എളുപ്പമാക്കുമെന്നും കോവിൻ കമ്മിറ്റി വാദിക്കുന്നു. എന്നിരുന്നാലും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ലാതെ തപാൽ ബാലറ്റുകൾ പോലുള്ള മറ്റു മാർഗങ്ങളിലൂടെയും ഈ പ്രശ്നം പരിഹരിക്കാനാകും. കുടിയേറ്റ തൊഴിലാളികൾക്ക് വോട്ടിംഗ് പ്രക്രിയ ലഘൂകരിക്കുക എന്ന ആശയം പ്രശംസനീയമാണെങ്കിലും അത് പ്രശ്നത്തിലുള്ള ഏക പരിഹാരമല്ല. ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിലൂടെ സർക്കാർ വിഭവങ്ങളുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുമെന്നതാണ് കോവിൻ കമ്മിറ്റി ഉന്നയിച്ച മറ്റൊരു അവകാശവാദം. തിരഞ്ഞെടുപ്പിൽ ധാരാളം പോളിംഗ് ബൂത്തുകളെയും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും വിന്യസിക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുന്നത് മറ്റ് സർക്കാർ പ്രവർത്തനങ്ങൾക്കായി ഈ വിഭവങ്ങൾ സ്വതന്ത്രമാക്കുകയും കൂടുതൽ കാര്യക്ഷമമായ ഭരണത്തിലേക്ക് നയിക്കുകയും ചെയ്യും. എന്നാൽ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ നിന്നുണ്ടാകാനിടയുള്ള പുതിയ വെല്ലുവിളികളെ ഈ വാദം അവഗണിക്കുന്നു. ഉദാഹരണത്തിന് ദേശീയ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നതിനുള്ള ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യുന്നതിന് അധിക ഉദ്യോഗസ്ഥരും സുരക്ഷയും ആവശ്യമാണ്. അത്തരമൊരു വിപുലമായ പ്രവർത്തനം കൈകാര്യം ചെയ്യുന്നതിലെ സങ്കീർണത ഭരണകൂടത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ആശയക്കുഴപ്പത്തിലേക്കും അരാജകത്വത്തിലേക്കും നയിക്കുകയും ചെയ്യും. ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന്റെ ഏറ്റവും സാധാരണയായി പരാമർശിക്കപ്പെടുന്ന നേട്ടങ്ങളിലൊന്ന് വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ്. വോട്ടർമാർക്ക് ക്ഷീണം കുറയും. ഇത് ഉയർന്ന പോളിംഗിനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മൊത്തത്തിലുള്ള പങ്കാളിത്തത്തിനും കാരണമാകും. ഇത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഉദാഹരണത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന 2024 ആന്ധ്രാപ്രദേശ് തെരഞ്ഞെടുപ്പിൽ 74.41% പോളിംഗ് രേഖപ്പെടുത്തി. താരതമ്യപ്പെടുത്തുമ്പോൾ 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 74%, 2021 തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ 72.8%, 2023 തെലങ്കാന തെരഞ്ഞെടുപ്പിൽ 73.5% പോളിംഗും രേഖപ്പെടുത്തി. ഒരേ സമയം നടക്കുന്നതും വെവ്വേറെ നടക്കുന്നതുമായ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തത്തിൽ കാര്യമായ വ്യത്യാസമില്ലെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ സർക്കാരുകൾക്ക് പ്രതികരണ സംവിധാനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പുകൾ ഒരു പ്രധാന പ്രവർത്തനമാണ് നിർവഹിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരുകൾക്ക് ലഭിക്കുന്ന പ്രതികരണത്തെ അടിസ്ഥാനമാക്കി നിരവധി നയങ്ങൾ രൂപപ്പെടുത്തുകയോ ക്രമീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2016 നോട്ട് നിരോധനത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ വേഗത്തിൽ പ്രവർത്തിച്ചു. കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയായിരുന്നു. അതുപോലെ 2017 ചരക്ക് സേവന നികുതിയിൽ അതിർത്തി ഉയർന്നു വന്നപ്പോൾ ഹിമാചൽ പ്രദേശിലെയും ഗുജറാത്തിലെയും സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ആസന്നമാണെന്ന് അറിഞ്ഞുകൊണ്ട് സർക്കാർ ക്രമീകരണങ്ങൾ വരുത്താൻ അതിവേഗം നീങ്ങി. 5 വർഷത്തിലൊരിക്കൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളൂ എങ്കിൽ ഈ വിലപ്പെട്ട പ്രതികരണ സംവിധാനം നഷ്ടപ്പെടാം. അത് ഫലപ്രദമായ നയരൂപീകരണത്തെ തടസ്സപ്പെടുത്തും. ഒരേ സമയം നടക്കുന്ന
തെരഞ്ഞെടുപ്പുകൾ പ്രാദേശിക പാർട്ടികളുടെ ചെലവിൽ ദേശീയ പാർട്ടികളെ ശക്തിപ്പെടുത്തുന്നുവെന്ന ആശങ്കയുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടികളുടെ വോട്ട് വിഹിതം വർഷങ്ങളായി കുറഞ്ഞു വരികയാണ്. 1951 ദേശീയ പാർട്ടികൾക്ക് 76% ലഭിച്ചെങ്കിലും 2019 ആയപ്പോഴേക്കും ഈ വിഹിതം 68.7% കുറഞ്ഞു. പ്രാദേശിക പാർട്ടികളുടെ വിഹിതം 8% നിന്ന് 23% ഉയർന്നു. ഒരേ സമയം നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ദേശീയ പാർട്ടികളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഈ പ്രവണത സൂചിപ്പിക്കുന്നു. ഇത് സംസ്ഥാനതല മത്സരങ്ങളിൽ അന്യായമായ നേട്ടമുണ്ടാക്കാം. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ സാന്നിധ്യമുള്ള പ്രാദേശിക പാർട്ടികൾക്ക് ദേശീയ പ്രശ്നങ്ങൾ ആധിപത്യം പുലർത്തുന്ന അന്തരീക്ഷത്തിൽ മത്സരിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായേക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി സമന്വയിപ്പിക്കുന്നതിനായി സംസ്ഥാന നിയമസഭകളുടെ കാലാവധി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ONOE ബില്ലിന്റെ ഏറ്റവും വിവാദപരമായ വശം. 2029 മുതൽ പദ്ധതി തെരഞ്ഞെടുപ്പ് ചക്രം പുനഃക്രമീകരിക്കും. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി യോജിക്കുന്നതിനായി സംസ്ഥാന നിയമസഭകളുടെ കാലാവധി വെട്ടിക്കുറയ്ക്കും. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലും കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് 2031 നടക്കാമായിരുന്നു. എന്നാൽ 3 വർഷത്തിന് ശേഷം 2034 നിയമസഭ പിരിച്ചുവിടേണ്ടി വരും. 2033 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കർണാടകയിലും തെലങ്കാനയിലും നിയമസഭയുടെ കാലാവധി 1 വർഷമോ അതിൽ കുറവോ ആയി കുറയ്ക്കും. നിയമസഭകൾ ചുരുക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായമുണ്ടാകില്ല എന്നതാണ് ഇവിടെയുള്ള പ്രധാന പ്രശ്നം. ഇത് അധികാര കേന്ദ്രീകരണത്തെക്കുറിച്ചും ഫെഡറൽ ഘടനയെ ദുർബലപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നിർദ്ദേശത്തിന് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഒരു വശത്ത് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സാമ്പത്തിക ലാഭത്തിലേക്കും ഭരണം മെച്ചപ്പെടുത്തുന്നതിലേക്കും വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിലേക്കും നയിച്ചേക്കാം. മറുവശത്ത് ഇത് പ്രാദേശിക പ്രാതിനിധ്യത്തെ ദുർബലപ്പെടുത്തുകയും ഭരണകൂടത്തിന് അനാവശ്യ ഭാരം വരുത്തുകയും തെരഞ്ഞെടുപ്പ് നൽകുന്ന ഫീഡ്ബാക്ക് സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. എന്നിരുന്നാലും ഭരണത്തിന്റെ ഫെഡറൽ ഘടനയിൽ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതമാണ് ഏറ്റവും വലിയ ആശങ്ക. നാം മുന്നോട്ട് പോകുമ്പോൾ ഈ ഘടകങ്ങൾ ശ്രദ്ധാപൂർവം വിലയിരുത്തുകയും ഇന്ത്യൻ വോട്ടർമാരുടെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.